ഹായ്, അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് ഇൻ ടേം ഓഫ് പൊട്ടൻഷ്യൽ എനർജി. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വർക്ക് ഇൻ ദ ടേം ഓഫ് കൈനറ്റിക് എനർജി ആയിരുന്നു അല്ലേ. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജിയുടെ ടേമിൽ വർക്കിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുന്നേ എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. സോ ഞാനിവിടെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം വരയ്ക്കുന്നു. ഇതൊരു സ്പ്രിംഗ് ആണെന്ന് കരുതുക. സ്പ്രിംഗ്, ഓക്കെ. സോ ഈ സ്പ്രിങ്ങിൻ്റെ എ എന്ന് പറയുന്ന എൻഡ് ഇതാണ്, ബി എന്ന എൻഡ് ഇതാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എ എന്ന് പറയുന്ന ഡയറക്ഷനിൽ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഇത് ഫിക്സഡ് ആക്കി വെച്ചതാണെങ്കിൽ, ബി എന്ന് പറയുന്ന എൻഡ് നമ്മൾ ഫിക്സഡ് ആക്കി വെച്ചതാണെങ്കിൽ എ പോയിന്റിലേക്ക് നമ്മളൊരു ഫോഴ്സ് ഈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ സ്പ്രിങ് എന്താവും, ഇത് കംപ്രസ് ആവും അല്ലേ. ഇത് കംപ്രസ് ആവും, ഇവിടത്തേക്ക് മൂവ് ചെയ്യും. സോ ഇതിന്റെ പൊസിഷൻ ഏകദേശം എങ്ങനെയായിരിക്കും, ഇതിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പൊ എ എന്ന് പറയുന്നത് ഈ ഭാഗത്ത്, ഇപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് കറസ്പോണ്ടിങ് പോയിന്റ് ഇവിടെ ആണെങ്കിൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം എന്താവുന്നു, ഇത്രയും ഭാഗം ഇത് കംപ്രസ് ആയിട്ട് എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എത്തുന്നു, ബി ഇവിടെ ആയിട്ട് മാറുന്നു. റൈറ്റ്. അപ്പൊ നമുക്കറിയാം ഒരിക്കലും സ്പ്രിങ് ഈ ഒരു കംപ്രസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കില്ല. അത് നിൽക്കും എപ്പം വരെ, നമ്മൾ ഇവിടെ ഫിക്സഡ് ആയിട്ട് ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വരെ അത് ഈ പോയിന്റിൽ തന്നെ എ നിൽക്കും. കാരണം ഇവിടെ ഒരു ഇലാസ്റ്റിക് ഫോഴ്സ് അവിടെ ഡെവലപ്പ് ആയിട്ടുണ്ടാവും ഈ സ്പ്രിങ്ങിൽ അല്ലേ. ഇപ്പം നമ്മൾ എപ്പോഴാണോ ഈ ഫോഴ്സ് ഒഴിവാക്കുന്നത്, നമ്മൾ ഈ ഫോഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തായി മാറുന്നു, സ്പ്രിങ് വീണ്ടും പഴയ പൊസിഷനിലേക്ക് സ്ട്രെച്ച് ചെയ്ത് മാറും. സോ വീണ്ടും എങ്ങനെയാണോ എ ഉണ്ടായിരുന്നത് അതേ പോയിന്റിലേക്ക് എ റിവേഴ്സ് ചെയ്ത് ഇവിടെ എത്തുന്നു, ബി അതേ പോയിന്റിൽ അവിടെ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇത് ഡിസ്പ്ലേസ് ആയി. ഏത് ഡയറക്ഷനിൽ ഡിസ്പ്ലേസ് ആയി, ഈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ് ആയി അല്ലേ. അപ്പൊ ഇവിടെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. ബി ഏതാണോ ആ കറസ്പോണ്ടിങ് പോയിന്റ് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ഫോഴ്സ് എയിൽ കൊടുത്ത സമയത്ത് ഇത് കംപ്രസ് ആവുമ്പോൾ സത്യത്തിൽ ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു എനർജി സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു എനർജി സ്റ്റോർ ചെയ്യപ്പെട്ടു. കാരണം നമുക്കറിയാം നമ്മളൊരു ഒബ്ജക്റ്റിന്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിനെന്തുണ്ടാവുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ ഫോഴ്സ് കൊടുത്തു അല്ലേ, ഫോഴ്സ് കൊടുത്ത സമയത്ത് ഇത് ഡിസ്പ്ലേസ് ആയി, ഇവിടം വരെ ഇത് മൂവ് ചെയ്ത് വന്നു. ഈ ഒരു ഫോഴ്സിന്റെ കാരണമായിട്ട് ഒരു എനർജി ബിയിൽ സ്റ്റോർ ആയിട്ടുണ്ട്. കാരണം ആ സ്റ്റോർ ചെയ്ത എനർജി കൊണ്ടാണ് ബിക്ക് വീണ്ടും അത് സ്ട്രക്ചർ ചെയ്തിട്ട് പഴയ പോയിന്റിലേക്ക് എനെ കൊണ്ടുവരാൻ കഴിഞ്ഞത് അല്ലേ. അപ്പൊ ഇത്തരത്തിൽ ഒരു പോയിന്റിന്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ചേഞ്ച് കൊണ്ട് ആ ഒബ്ജക്റ്റിൽ സ്റ്റോർ ആവുന്ന എനർജിയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷണൽ ചേഞ്ച് കൊണ്ട്, ഇപ്പൊ ഇവിടെ ഉണ്ടാവുന്ന പോയിന്റ് x1 എന്ന് പറയുന്ന പോയിന്റ്, ഇത് x2 എന്ന് പറയുന്ന പോയിന്റ്. സോ ഈ ഒരു പോയിന്റിൽ ഒബ്ജക്റ്റിൽ ഉണ്ടാവുന്ന എനർജി ആയിരിക്കില്ല ഈ എനർജി x2 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഈ ഒരു പൊസിഷണൽ ചേഞ്ച് അല്ലെങ്കിൽ പൊസിഷൻ കൊണ്ട് ഈ ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന എനർജിയാണ് നമ്മൾ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്, പൊസിഷൻ ചേഞ്ച് ആയി, ഇവിടെ ഉണ്ടാവുന്ന പൊസിഷൻ എ എന്ന് പറയുന്ന പൊസിഷനാണ് ചേഞ്ച് ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. പൊസിഷൻ ചേഞ്ച് ആയ സമയത്ത് ഈ ഒബ്ജക്റ്റിന് മുകളിൽ ഒരു എനർജി സ്റ്റോർ ചെയ്യപ്പെട്ടു, അതിന് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം അല്ലെ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബി എന്ന് പറയാം. അപ്പോ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്, ഹൈ ആണ് അല്ലെങ്കിൽ മാക്സിമം ആണ് എന്ന് നമുക്കറിയാം, മാക്സിമം ആണ്. എന്നാൽ ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിലോ, എ എന്ന് പറയുന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് മിനിമം ആണ് എന്ന് പറയാം. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുന്ന സ്റ്റേറ്റിലായിരിക്കും പാർട്ടിക്കിൾ സ്റ്റേബിൾ ആവുന്നത്. ഏത് സ്റ്റേറ്റിലാണോ പൊട്ടൻഷ്യൽ എനർജി കുറവ് ആ സ്റ്റേറ്റിൽ പാർട്ടിക്കിൾ സ്റ്റേബിൾ ആയിരിക്കും. കാരണം ഇവിടെ ആവുന്ന സമയത്ത് പാർട്ടിക്കിൾ സ്റ്റേബിൾ ആണ്, പിന്നെ അതിന് മൂവ്മെന്റ് ഇല്ല, ഇങ്ങോട്ടും മൂവ് ഇല്ല, അത് അങ്ങനെ നിൽക്കുന്നു. ഇവിടെ ആവുന്ന സമയത്ത് പാർട്ടിക്കിൾ സ്റ്റേബിൾ ആവും. ഈ പോയിന്റിലാണെങ്കിൽ പാർട്ടിക്കിൾ സ്റ്റേബിൾ ആവും. ഇവിടെ അല്ലാത്തത് കൊണ്ടാണ് ഇത് സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്, ഇത് സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. പക്ഷേ ഇത് അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് മാറി. കാരണം ഈ സ്റ്റെബിലിറ്റിയിൽ നിന്ന് ഇത് മാറി, അൺസ്റ്റേബിൾ ആയിട്ട് മാറി അല്ലേ. അപ്പൊ ഇവിടെ എന്തായി, അതിന് പൊട്ടൻഷ്യൽ എനർജി വന്നു, അതിന് നമുക്ക്
യു കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പൊട്ടൻഷ്യൽ എനർജിയെ. സോ ബി എന്ന് പറയുന്ന പോയിന്റിൽ സ്റ്റോർ ആയ പൊട്ടൻഷ്യൽ എനർജിയെ അത് നമുക്ക് മാക്സിമം എന്ന് പറയാം. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണെങ്കിൽ അവിടെ അവിടെ എന്തുണ്ടാവില്ല, ആ പറയുന്ന പോയിന്റിൽ അല്ലെങ്കിൽ ആ പൊസിഷനിൽ പാർട്ടിക്കിൾ സ്റ്റേബിൾ ആവില്ല. സോ ഇത് അൺസ്റ്റേബിൾ ആണ്. ഈ പോയിന്റിൽ ഒരു സമയത്ത് അതെന്തായി മാറും, അൺസ്റ്റേബിൾ ആയിട്ട് മാറും. സോ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ കിട്ടിയിരിക്കുന്ന മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയെ അത് മിനിമത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അത് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് തന്നെ വീണ്ടും റീച്ച് ആവണം, എന്നാൽ മാത്രമേ അത് സ്റ്റേബിൾ ആയിട്ട് മാറുള്ളൂ. അങ്ങനെയാണ് ഈ കംപ്രസ് ചെയ്ത സ്പ്രിങ് വീണ്ടും ഇലാസ്റ്റിക് നേച്ചർ ഉണ്ട്, അത് സ്ട്രക്ചർ ചെയ്തിട്ട് പഴയ പോയിന്റിലേക്ക് വരുന്നതും പഴയ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആയിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും, ആ മൂവ്മെന്റ് അവിടെ നിൽക്കുകയും ചെയ്യും അല്ലേ. അപ്പൊ ഇവിടെ ശരിക്കും എന്താ ഉണ്ടായത്, ഇവിടെ സ്റ്റോർ ചെയ്യപ്പെട്ട പൊട്ടൻഷ്യൽ എനർജി കൊണ്ടാണ് ഈ യു ബി ഈക്വൽ ടു മാക്സിമം പൊട്ടൻഷ്യൽ എനർജി, യു ബി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ആയതുകൊണ്ടാണ് അതിന് തിരിച്ചൊരു വർക്ക് ചെയ്യാൻ കഴിഞ്ഞതും. ആ വർക്കിന്റെ ഭാഗമായിട്ടാണ് ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് വന്ന പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് ഈ ബിയിലേക്ക് ക്ലോസ് ചെയ്ത് വന്നു. ഈ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് അറ്റാച്ച് ചെയ്ത് വന്നുള്ള എ എന്താവുന്നു, വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ കാരണം. സോ എ എന്ന് പറയുന്നത് എന്തായി മാറി, ഇവിടെ സ്റ്റോർ ആയിട്ടുള്ള ബിയുടെ പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്തിട്ട് എ എന്ന് പറയുന്ന പോയിന്റ് വീണ്ടും ഡിസ്പ്ലേസ്മെന്റ് നടത്തി ഈ പഴയ സ്റ്റേബിൾ പോയിന്റിലേക്ക് മാറിയിരിക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഒരു വർക്ക് നടന്നു കഴിഞ്ഞു. ഈ യു ബി സ്റ്റോർഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി ഒരു വർക്ക് ചെയ്തു അല്ലെ. അപ്പൊ ഇവിടെ വർക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നടന്നിട്ടുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞു വർക്ക് ഡൺ എ ബി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെ ടേബിളിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കൈനറ്റിക് എനർജി അറ്റ് ഫൈനൽ പൊസിഷൻ മൈനസ് കൈനറ്റിക് എനർജി അറ്റ് ഇനീഷ്യൽ പൊസിഷനാണ് വന്നിട്ടുള്ളത് അല്ലേ. ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന സമയത്ത് കൈനറ്റിക് എനർജിയുടെ ടേബിളിൽ നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്. ഇപ്പൊ ഈ പൊട്ടൻഷ്യൽ എനർജിന്റെ കേസിലാണെങ്കിലോ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ സ്റ്റോർ ചെയ്യപ്പെട്ട പൊട്ടൻഷ്യൽ എനർജി കാരണമാണ് ഇവിടെ ഈ റീസ്റ്റോറിങ് വർക്ക് അവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ വർക്കിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, വർക്ക് ഡൺ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, യു ബി മൈനസ് യു എ ആയിരിക്കും. അതായത് അതിന്റെ ബി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്നും എ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് കിട്ടും. ആ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇത് കാരണമാണ് ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് ഡൺ ഇവിടെ നടന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടുന്നത്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു യു ബി മൈനസ് യു എ. വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഏതാണ് പോയിന്റ്, ബിയിൽ നിന്നും എയിലേക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ഇന്റഗ്രൽ ലിമിറ്റ് ഏതാണ്, ബി ടു എ എഫ് ഡോട്ട് ഡി ആർ എന്ന് കിട്ടുന്നു അല്ലേ. ഇനി നമുക്ക് ഇതിന്റെ ലിമിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇവിടെ ബി ടു എ എന്നുള്ളതിന് പകരം എ ടു ബി എന്ന് കൺസിഡർ ചെയ്യണം. എന്ത് ചെയ്താൽ മതി, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു യു ബി മൈനസ് യു എ. ഇതിന്റെ ലിമിറ്റ് ചേഞ്ച് ചെയ്യാണ്. ഇവിടെ ഇനീഷ്യൽ പോയിന്റ് ബി എന്നുള്ളത് എ ആക്കുന്നു, ഫൈനൽ പോയിന്റ് എ എന്നുള്ളത് ബി ആകുന്നു. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി, അത് മൈനസ് എ ചെയ്താൽ മതി. അപ്പൊ വർക്ക് ഡൺ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ടേമിലാണ് പറയുന്നതെങ്കിൽ എന്താണ്, വർക്ക് ഡൺ എ ബി ഈസ് ഈക്വൽ ടു യു ബി മൈനസ് യു എ ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ആണ്. അതേസമയത്ത് കൈനറ്റിക് എനർജിന്റെ ടേബിൾ നമ്മൾ പറഞ്ഞിട്ട് എന്താണ്, വർക്ക് ഡൺ എ ബി ഈസ് ഈക്വൽ ടു കെ ബി മൈനസ് കെ എ എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന്റെ ലിമിറ്റ് എന്തായിരുന്നു, ഇന്റഗ്രൽ നമ്മൾ വി എ ടു വി ബി വെലോസിറ്റിന്റെ ടേബിൾ എഴുതിയിട്ടുള്ളത് അല്ലെ. എന്തായിരുന്നു, മാസ് ഇൻറ്റു വെലോസിറ്റിന്റെ ടേബിൾ വി സ്ക്വയർ ബൈ 2 എന്നാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പൊ ഇവിടെ വി എ ടു വി ബി ആണ്. അതേപോലെ നമ്മൾ ഇവിടെ എടുക്കുന്നതും എ ടു ബി ആണ്. ഇവിടെ നമ്മൾ ഇത് വെലോസിറ്റിയുടെ ടേബിൾ ആയതുകൊണ്ടാണ് വി ബി വി എ എന്ന് ലിമിറ്റ് കൊടുക്കുക, കാരണം ഇത് ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് എ ബി എന്ന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, മൈനസ് ഓഫ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ടേബിൾ നമ്മൾ വർക്കിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ. ക്ലിയർ ആണോ? സോ ഇതിനാണ് നമ്മൾ എന്താണ് വർക്ക് ഇൻ ദ ടേം ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. റൈറ്റ്.